കർണാടകയിലെ യലഹങ്ക കൊകിലു ഗ്രാമത്തിൽ നടന്ന ബുൾഡോസർ ഒഴിപ്പിക്കൽ ഒരു മാസം പിന്നിട്ടിട്ടും കുടിയൊഴിപ്പിക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങൾക്ക് പുനരധിവാസമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാൻ കോൺഗ്രസ് ഭരണകൂടം തയ്യാറായിട്ടില്ല. പരാജയപ്പെട്ട കോൺഗ്രസ് ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനവുമായി റഹീം എം പി രംഗത്തെത്തിയിരുന്നു. ഉടൻ പുനരധിവാസം ഉറപ്പാക്കുമെന്ന വാഗ്ദാനം പരസ്യമായി നൽകിയ കോൺഗ്രസ് നേതൃത്വം യാഥാർത്ഥ്യത്തിൽ ഈ നാടിനെയും നിസ്സഹായരായ മനുഷ്യരെയും ക്രൂരമായി പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നാണ് റഹീമിന്റെ കുറ്റപ്പെടുത്തൽ. ഡിസംബർ 20 പുലർച്ചെ ബുൾഡോസറുകൾ എത്തിച്ച് ഫക്കീർ കോളനിയെയും വസീം ലേഔട്ടിലെയും 400-ലേറെ വീടുകൾ തകർത്തതോടെ 350-ലധികം കുടുംബങ്ങളാണ് തെരുവിലായത്. ഒരു മാസം പിന്നിട്ടിട്ടും ഒരാളെ പോലും പുനരധിവസിപ്പിച്ചിട്ടില്ല. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കീറിപ്പറഞ്ഞ ടർപോളിൻ കഷ്ണങ്ങൾ കൊണ്ട് തണലൊരുക്കി കൊടും തണുപ്പിലും മഴയിലും കഴിയുന്ന ഈ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ മരുന്നോ നൽകാൻ പോലും കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് മനുഷ്യത്വരഹിതമായ സമീപനമാണെന്നും റഹീം പറയുന്നുണ്ട്. ശുചിമുറി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഇപ്പോഴും കഴിയുന്നത്. ഈ വിഷയത്തിൽ റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അവരിപ്പോഴും മഞ്ഞിലും മഴയത്തുമാണ്. നമ്മൾ ശബ്ദിച്ചാലേ അവർക്ക് നീതി കിട്ടും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ നാടിന് നൽകിയ വാക്ക് വെറും പാഴ്വാക്കായി അവശേഷിക്കുന്നു. കോൺഗ്രസ് ഈ നാടിനെയും നിസ്സഹായരായ ആ പാവം മനുഷ്യരെയും ക്രൂരമായി പറഞ്ഞു പറ്റിക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത്. വീടുകളിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഒരാളെ പോലും പുനരധിവസിപ്പിക്കാത്തതും ഭക്ഷണമോ മരുന്നോ നൽകാത്തതും ലജ്ജാകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഈ ഭരണകൂട ഭീകരത രാജ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശേഷമാണെന്നും തുടർന്ന് ഡിവൈഎഫ്ഐ സംഘം ഫക്കീർ കോളനി സന്ദർശിച്ചതോടെ ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതായും റഹീം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനു പിന്നാലെ KC വേണുഗോപാൽ, DK ശിവകുമാർ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർ പ്രതികരിക്കാൻ നിർബന്ധിതരായെങ്കിലും ഉടൻ പുനരധിവാസം നടത്തുമെന്ന പ്രഖ്യാപനം വീണ്ടും ഒരു വഞ്ചനയായി മാറിയെന്നാണ് ആരോപണം. ബൈപ്പനഹള്ളിയിൽ രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീമിൽ ഫ്ളാറ്റുകൾ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനവും നടപ്പായില്ല. ജനുവരി 1 മുതൽ ഫ്ളാറ്റുകൾ കൈമാറുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരുന്നെങ്കിലും ജനുവരി 21 ആയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. അർഹരായവരെ കണ്ടെത്താനുള്ള സർവേ പോലും പൂർത്തിയായിട്ടില്ല. വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരിൽ പലരും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണെന്ന ആശങ്കയും ശക്തമാണ്. തുടക്കത്തിൽ ഫ്ളാറ്റിന് 5 ലക്ഷം രൂപ നൽകണമെന്ന നിബന്ധനയും ആക്രവിറ്റും ഭിക്ഷയെടുത്തും ജീവിക്കുന്ന ജനങ്ങൾക്ക് അത് അസാധ്യമായതോടെ ഉണ്ടായ വിവാദവും കോൺഗ്രസ് സർക്കാരിന്റെ ആശയക്കുഴപ്പവും ഇരട്ടത്താപ്പും തുറന്നു കാട്ടുന്നതായാണ് വിമർശനം. കോൺഗ്രസ് ഇതിന് മറുപടി പറയണം. ആ പാവങ്ങൾക്ക് ഭക്ഷണവും മരുന്നും പോലും നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കണം. കൊടും തണുപ്പിൽ നിന്നും അവരെ മാറ്റാനും മനുഷ്യരായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പ്രഖ്യാപിച്ച ഫ്ളാറ്റുകൾ ഒരു മാസം കഴിഞ്ഞിട്ടും നൽകാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളോടെയാണ് റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മനുഷ്യത്വമില്ലാത്ത കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ഈ ക്രൂരത നാം കാണാതെ പോകരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു മാസം പിന്നിട്ടിട്ടും വാഗ്ദാനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബുൾഡോസർ രാജ് എന്ന ആരോപണവും ദരിദ്രരുടെ ജീവിതം തകർത്ത ശേഷം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ മുഖവും കൂടുതൽ ശക്തമായി പുറത്തു വരികയാണ്.